ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ലൈം ആൻഡ് ചില്ലീസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ ഞാനൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അമൃതം പൊടി ഉപയോഗിച്ചിട്ട് അടിപൊളിയായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു ഉണ്ണിയപ്പത്തിന് അമൃതം പൊടിയുടെ ആ ഒരു ടേസ്റ്റേ അല്ല, ഒരുപാട് വ്യത്യാസമാണ് ഇതിൻ്റെ ടേസ്റ്റ്. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ എന്തായിട്ട് ഇഷ്ടാവും ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുൻപേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ നല്ല നല്ല വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അതിനായിട്ട് ആ റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന് സെലക്ട് ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് അമൃതം പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് കപ്പാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണോ അളന്നെടുക്കുന്നത് ആ ഗ്ലാസ്സിൽ ഈ പറയുന്ന അളവുകൾ കറക്റ്റായിട്ട് എടുത്താൽ മതിയാവും. പിന്നെ എടുത്തിട്ടുണ്ടായത് 1/4 കപ്പ് ശർക്കര പൊടിച്ചതാണ്. ഇപ്പോൾ നിങ്ങൾ ക്യൂബാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ 2 കഷ്ണം ശർക്കര എടുത്താൽ മതി. പിന്നെ എടുത്തത് ചിരകിയ തേങ്ങയാണ്. അത് 1/2 കപ്പിലും കുറച്ച് കുറവായിട്ട് അത്രയും മതിയാവും. പിന്നെ 2 സ്പൂൺ തേങ്ങാക്കൊത്ത്. പിന്നെ വേണ്ടത് ഒരു ചെറുപഴമാണ്. ഇത് നന്നായി പഴുത്ത തന്നെ ആവണം. അധികം പഴുക്കാത്തതാണെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിന് പകരം ഒരു 1/2 കഷ്ണം റോബസ്റ്റ പഴം എടുത്താലും നല്ല രസം ഉണ്ടാവും. പിന്നെ ഏലയ്ക്കാപ്പൊടി വേണം. ഈ ഏലയ്ക്ക ഞാനിപ്പോൾ 6 ഏലയ്ക്ക 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് മിക്സിയിൽ നന്നായി പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അതും കൂടി വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി ഈ ചെറുപഴം നന്നായിട്ട് ഉടച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് ആദ്യം തന്നെ ഈ ശർക്കരപ്പാനി തയ്യാറാക്കി എടുക്കാം. അതിനായി നമുക്ക് എടുത്തു വെച്ച ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ക്യൂബാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് 2-3 കഷ്ണാക്കിയതിന് ശേഷം ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ശർക്കരപ്പാനിയായിട്ട് കിട്ടും. അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ പൊടി ആയതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. ഇത് തന്നെ നല്ല മധുരം ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് മധുരം വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു 1.5 കഷ്ണമൊക്കെ എടുത്താൽ മതിയാവും. അമൃതം പൊടിക്ക് തന്നെ നല്ല മധുരം ഉണ്ടാവും. അപ്പം ഇതും കൂടി അധികം ആയാൽ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അളവിലും അല്ലെങ്കിൽ ഒരു 1.5 കട്ട ബെല്ലെടുത്താലും മതി. ഇനി ഇത് നന്നായിട്ട് ലയിച്ച് വന്നാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇവിടെ ശർക്കരപ്പാനി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നേരത്തെ എടുത്തു വെച്ച ആ തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തെടുക്കുകയാണ്. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് പാത്രം ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ചൂടായി വന്നാൽ നമുക്ക് അതിലേക്ക് ഈ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഈ തേങ്ങാക്കൊത്ത് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കരപ്പാനി ചൂടോടെ തന്നെ അമൃതം പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളത്തിലൊക്കെ ആവുമ്പോൾ എന്തെങ്കിലുമൊക്കെ പൊടികളൊക്കെ ഉണ്ടാവും. അതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചിട്ട് ചേർക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് ചിരകിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കണം. ഇതും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ നെയ്യിൽ നേരത്തെ വറുത്ത് വെച്ച ആ തേങ്ങാക്കൊത്ത് കൂടി ഇട്ട് കൊടുക്കാം. ആ നെയ്യോട് കൂടി ഒഴിച്ചു കൊടുത്താൽ ഈ ഉണ്ണിയപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ടെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചെറുപഴം നന്നായി ഉടച്ചത് ചേർത്ത് കൊടുക്കാം. ഏലയ്ക്കപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നാലേ ഇതിൻ്റെ ആ ഉപ്പും മധുരമൊക്കെ വരുമ്പോഴേ അതൊരു ബാലൻസായി വരുള്ളൂ ഈ മാവ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് അധികം ചേർക്കേണ്ട, ഒരു 1/4 ടീസ്പൂൺ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ ശർക്കരപ്പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഈ കൂട്ട് കുറച്ചുകൂടെ നമുക്ക് ലൂസാക്കിയിട്ട് എടുക്കണം. അതിനായിട്ട് ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ. അതിൽ നിന്ന് കുറച്ചായിട്ട് ഒഴിച്ചു നോക്കാം. പല കുട്ടികളും അമൃതം പൊടി കഴിക്കാറില്ല അല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടം ഉണ്ടാവും. അമൃതം പൊടി എന്ന് പറയുന്നത് നല്ല ഹെൽത്തിയായ സാധനമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾ കഴിച്ചാൽ അത് നല്ലതല്ലേ? ഇങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയാൽ ഇത് അമൃതം പൊടിയാണെന്ന് ആരും പറയില്ല. അമൃതം പൊടിയുടെ ടേസ്റ്റേ അല്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ഈ മാവിന് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ രണ്ടാമത് 1/2 കപ്പ് വെള്ളം എടുത്തതിൻ്റെ 3/4 ഭാഗത്തോളം ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
പിന്നെ ആദ്യം ഒഴിച്ച ആ 1/2 കപ്പ് വെള്ളവും. അപ്പോൾ ഇത്രയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ ആക്കിയെടുത്താൽ മതി. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് എണ്ണ നന്നായി തിളച്ച് വന്നാൽ ഈ കൂട്ട് കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് ബെസ്റ്റ്. പിന്നെ വേറെ ഏത് ഓയിൽ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഒരു ടേസ്റ്റ് വരണമെങ്കിൽ അതിന് വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒഴിച്ചതിന് ശേഷം കുറച്ചൊന്ന് മീഡിയത്തിലേക്ക് ആക്കുക. അധികം ലോ ആവാൻ പാടില്ല. ലോ ആയാൽ ഇത് വല്ലാതെ പൊട്ടിപ്പോകുന്ന പോലെ ഉണ്ടാവും. അതുകൊണ്ട് ഹൈയിലും മീഡിയത്തിലും ആയിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുക വേണ്ടത്. ഈ മാവിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പിഞ്ച് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പക്ഷെ അതില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അത് വേണ്ട വിചാരിച്ചിട്ടാണ് ഞാനിപ്പം ചേർക്കാഞ്ഞത്. ബേക്കിംഗ് പൗഡർ ഇട്ടാൽ അത് കുറച്ചും കൂടി മാവ് പൊങ്ങി വരും. ഇല്ലെങ്കിലും ടേസ്റ്റൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം നന്നായി വെന്ത് വന്നാൽ ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. ഇത് മാവ് ഒഴിക്കുമ്പോൾ കുഴി മുഴുവനായിട്ട് ഒഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഓയിലിൽ നിന്നും മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയ ഉണ്ണിയപ്പം ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. എല്ലാവരും എന്തായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ.